ഫണ്ടിങ് ഓഫ് ടെററിസം, പ്രൊമോട്ടർ ഓഫ് ടെററിസം, ആക്റ്റീവ് ഇൻവോൾവ്മെന്റ്, അങ്ങനെയുള്ള ഒരു ചരിത്രമുള്ള രാജ്യമാണ് ഖത്തർ. ഖത്തർ ഒരിക്കലും ഒരു മീഡിയേറ്റർ ആകേണ്ടുന്ന രാജ്യമല്ല. മീഡിയേറ്റർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഖത്തറിന്റെ അടുത്ത് പോയിരുന്ന നെഗോഷിയേഷൻ നടത്തേണ്ടി വരുന്നു ഇസ്രായേലിനും അമേരിക്കയ്ക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ചെയ്യേണ്ടി വരുന്നു. അത് അവരുടെ ഗതികേട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഖത്തർ അങ്ങനെയുള്ള ഒരു രാജ്യമല്ല. ഖത്തർ അങ്ങനെയുള്ള ഒരു രാജ്യമല്ല എന്ന് പറയുന്നത് ആരാണ്? ബേസിക്കലി 2017 സംഭവം നമുക്കറിയാം. 2017 ജൂണില് സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഈജിപ്റ്റ്, ഈ 4 സുന്നി രാജ്യങ്ങൾ കരയിലും വായുവിലും അതോടൊപ്പം തന്നെ വെള്ളത്തിലും ഈ 3 സ്ഥലങ്ങളിലും ബ്ലോക്കേഡ് ഏർപ്പെടുത്തുകയാണ്. ആർക്ക്? ഖത്തറിന്. അതിനവർ ഉന്നയിച്ച ഒരു 13 ഇന ഡിമാൻഡുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഖത്തർ അവർ ജിഹയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജിഹാദി മാധ്യമം, അതായത് അൽ ഖ്വയ്ദ അഥവാ അൽ ജസീറ, അതായത് പുറത്ത് എന്താണോ അൽ ഖ്വയ്ദ ചെയ്യുന്നത് അത് ജേർണലിസത്തിൽ ചെയ്യുന്നതാണ് അൽ ജസീറ. ചെറിയൊരു വ്യത്യാസമുള്ളൂ, ജസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ അൽ ജസീറെ പൂട്ടിക്കെട്ടണം എന്നുള്ളതായിരുന്നു സൗദിയുടെയും ബഹ്റിന്റെയും UAEയുടെയും ഈജിപ്തിന്റെയും പ്രധാന ആവശ്യം. അവരങ്ങോട്ടുള്ള ഫ്ലൈറ്റുകളെല്ലാം റദ്ദാക്കി, അതുപോലെ ബോയ്ക്കോട്ട് നടത്തി. അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ഈ ഒരു രാജ്യം ഏതാണ്ട് 3.5 വർഷത്തോളം ഈ ഒരു ആരോപണം ഉന്നയിച്ച് ഖത്തറിനെ സൗദിയും ഈ പറയുന്ന UAEയും ഈജിപ്തും ബഹ്റിനും ഒക്കെ ബോയ്ക്കോട്ട് ചെയ്തു. ഇത് ഖത്തർ നേരിട്ടു. ഖത്തറിന് പല രീതിയിലുള്ള പിന്തുണ ഉണ്ടായിരുന്നു. അമേരിക്കൻ പിന്തുണ ഉണ്ടായിരുന്നു. അൽ ഉദൈദ എന്ന് പറയുന്ന മധ്യേഷ്യയിലെ ഏറ്റവും വലിയ വ്യോമത്താവളം അല്ലെന്നുണ്ടെങ്കിൽ എയർബേസ് അവർക്കുള്ളത് ഖത്തറിലാണ്. അമേരിക്കയാണ് അതിൻ്റെ അമേരിക്കയുടെ എയർബേസ് അവിടെ ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയും നാളും ഖത്തറിൽ ഒരു ബോംബ് പോലും, ഒരു മിസൈൽ പോലും, ഒരു ആക്രമണം പോലും നടക്കാതിരുന്നത്. പക്ഷെ ഈ വർഷം 2025 ഒരു വർഷത്തിനുള്ളിൽ ഉറ്റ തോഴർ എന്നറിയപ്പെടുന്ന ഇറാന്റെയും ബദ്ധശത്രുക്കൾ എന്ന് പറയാവുന്ന ഇസ്രയേലിന്റെയും മിസൈലുകൾ ഏറ്റുവാങ്ങേണ്ടുന്ന അവസ്ഥ ഖത്തറിനുണ്ടായി. 400 മില്യന്റെ ഒരു പാസഞ്ചർ പ്ലെയിൻ ഡൊണാൾഡ് ട്രംപിന് സമ്മാനമായിട്ട് കൊടുത്ത്, അത് ബോയിങ്ങിന്റെ ആണ്, അമേരിക്കയിൽ തന്നെ കിടക്കുന്ന വണ്ടിയാണ്, പക്ഷെ എന്നാലും സമ്മാനമായിട്ട് കൊടുക്കുന്നു.